ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനി എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്നുള്ള ആ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഒരു എപ്പിസോഡല്ല, ഇത് 4-5 എപ്പിസോഡുകൾ കൂടിയുള്ള ഒരു ചുരുക്കത്തിലുള്ളൊരു കഥയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നന്ദിനി ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയല്ലോ, പിന്നീട് ഒരു പോലീസുകാരുടെ കയ്യിൽ കിട്ടുകയാണ്. പിന്നീട് നന്ദിനിയെ കൊണ്ടുപോവുകയാണ്, ഞാൻ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ സൂര്യയാണെങ്കിൽ അവിടെ ഇവിടെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ സൂര്യക്ക് നന്ദിനിയെ കണ്ടെത്താനോ ഒന്നിനും കഴിയില്ല കേട്ടോ. എന്നാൽ സൂര്യ ചെരുപ്പം വെച്ച് ഒരുപാട് നടന്ന് നോക്കും, തന്നെ നന്ദിനിയുടെ ചെരുപ്പ് തന്നെയാണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി നടക്കണം. പക്ഷേ ഈ പോലീസുകാരിയാണെങ്കിലോ ഈ പറയുന്ന സ്ത്രീയുടെ ആ ഒരാളായിരിക്കട്ടെ, അതായത് ഗുണശേഖരം കൊണ്ട് നടക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ ആളായിരിക്കട്ടെ. അങ്ങനെ പിന്നീട് ആ ഗോഡൗണിൽ തന്നെ നന്ദിനിയെ ആക്കാണ്. പിന്നീട് ഒരു രക്ഷയില്ല. അങ്ങനെ പിന്നീട് സൂര്യയാണെങ്കിലോ ഇനി നന്ദിനിയെ കണ്ടെത്താൻ യാതൊരു രക്ഷയില്ലല്ലോ, നന്ദിനി ഈ വഴി എവിടെയോ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നന്ദിനി ഈ വഴിയും സൂര്യ ആ വഴിയൊക്കെ പോകുന്നത് കൊണ്ട് അവർ തമ്മിൽ കാണുന്നില്ല. അങ്ങനെ വീണ്ടും നന്ദിനി അവരുടെ കയ്യിൽ അകപ്പെടുകയാണ്. വീണ്ടും രക്ഷപ്പെട്ടു വന്ന നന്ദിനി വീണ്ടും അവരുടെ കയ്യിൽ അകപ്പെടുമ്പോൾ താൻ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു പെണ്ണുപിള്ള ഇവരുടെ അടുത്തോട്ട് വരുന്നത്, അതായത് നന്ദിനിയുടെ മുന്നിലോട്ട് വരികയാണ്. അപ്പോൾ നന്ദിനിയുടെ മുന്നിലോട്ട് വരുമ്പോഴേക്കും നന്ദിനിയുടെ കണ്ണ് അവർ കെട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആരാണ് തൻ്റെ മുന്നിൽ വന്നത് എന്ന് നന്ദിനിക്ക് അറിയാനും കഴിയുന്നില്ല. അവർ പറയുകയാണ്, ഞാൻ എന്തായാലും പണത്തിന് വേണ്ടിയാണ് നിന്നെ കെട്ടിയിട്ടിരിക്കുന്നത്, നിന്നെ ദ്രോഹിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിൻ്റെ ഭർത്താവിനോട് പണം പിശകി ഞാൻ എന്തായാലും എൻ്റെ ആവശ്യം ഞാൻ നിറവേറും, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് നന്ദിനി അതിന് കറക്റ്റ് മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് സൂര്യക്ക് വിളിക്കുകയാണ്. സൂര്യയോട് ആവശ്യപ്പെടുകയാണ്, നന്ദിനി ഞങ്ങളുടെ കയ്യിലുണ്ട്, 50 ലക്ഷം തന്നു കഴിഞ്ഞാൽ തീർച്ചയായും നന്ദിനിയെ ഞങ്ങൾ വിട്ടുതരാമെന്ന് പറയണം. ഇത് കേൾക്കുന്നതിനോടുകൂടി പത്മ, ഇന്ദ്രജ, വേദ ഇവരെല്ലാവരും പൊട്ടിത്തെറിക്കുകയാണ്. ഒരു വേലക്കാരി പെണ്ണിന് 50 ലക്ഷം വിലയുടെ മാത്രം ആരായി, അതിനെങ്ങനെ ഇവിടുത്തെ മരുമകൾ എന്ന് പറഞ്ഞ് പിടിച്ചാൽ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക എന്നൊക്കെ യതീന്ദ്രനോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ സൂര്യ അവിടെ ദേഷ്യപ്പെടുകയാണ്. സൂര്യ പറയാണ്, എൻ്റെ ഭാര്യയാണ്, അവൾ വേലക്കാരിയല്ല, അതുകൊണ്ട് അവളെ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. 50 ലക്ഷം 50 കോടിയും ഞാൻ അവളെ രക്ഷിക്കാൻ വേണ്ടി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് സൂര്യ ആ ബാങ്കിൽ നിന്ന് ഈ ബാങ്കിൽ നിന്ന് ഒക്കെ മൊത്തത്തിൽ ചെക്കാണെങ്കിൽ നന്ദിനി ഒപ്പിട്ടാലല്ലേ പോവുകയുള്ളൂ. അപ്പോൾ ആ ഇത് നന്ദിനി തന്നെ ഒപ്പിടണം എന്ന ആ ഒരു തീരുമാനമായിരിക്കും. അങ്ങനെ സൂര്യ 50 ലക്ഷം തയ്യാറാക്കി പെട്ടിയിലാക്കി കൊണ്ടുപോകുമ്പോൾ ഇന്ദ്രജയുടെയും വിജയുടെയും കണ്ണ് തള്ളിപ്പോകണം കേട്ടോ. ഈശ്വര, ഇതെന്താ ഈ കാണുന്നത്, ഇത്രയും പണം അവൻ്റെ കയ്യിലോ എന്നുള്ള ആ ഒരു ഭാവത്തിൽ നിൽക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ സൂര്യയാണെങ്കിലോ ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാതെ സൂര്യ അങ്ങനെ 50 ലക്ഷവുമായി പോവാണ്. അപ്പോഴേക്കും ഈ ഗുണ്ടകൾ വിളിക്കുകയാണ്, എന്തായാലും ഇന്ന സ്ഥലത്തോട്ട് ഞങ്ങൾ വരാം, അപ്പോൾ നീ അവിടെ 50 ലക്ഷം രൂപ എവിടെയാണ് വെക്കേണ്ടത് ഞങ്ങൾ പറയാമെന്ന് പറയാം. അപ്പോൾ വിവേകും കൂട്ടിനുണ്ട് കേട്ടോ. ആയിക്കോട്ടെ, അങ്ങനെ നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നോളൂ. അങ്ങനെ നന്ദിനി ആ ഗോഡൗണിൽ നിന്ന് ഒരു കാറിലാക്കി കൊണ്ടുപോവാണ്. അപ്പോൾ നന്ദിനി ഇങ്ങനെ പോകുന്നത് വഴിക്ക് പെട്ടെന്ന് സുദേവൻ അതിന് മുന്നിൽ ചാടുന്നുണ്ട്. അതായത് സുദേവൻ സൈക്കിൾ ചവിട്ടി വരുന്നത് ഈ കാറിന് മുന്നിൽ, ഈ വാനിന് മുന്നിലാണ് കേട്ടോ സുദേവൻ ചെന്ന് ചാടുന്നത്. അങ്ങനെ സുദേവൻ പറയുന്നത്, എന്താടാ കണ്ണിച്ചോരയില്ലാത്തവന്മാരെ, നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ ഒരു പാവത്തിനെ ഇങ്ങനെ സൈക്കിളിൽ പോകുമ്പോൾ ഒരു അരുവിലൂടെ പോകുമ്പോൾ നിങ്ങൾ എന്നെ തട്ടിയിടുന്നത്? അത് ഞങ്ങൾ പെട്ടെന്ന് വണ്ടി ഇങ്ങോട്ട് വെട്ടിച്ചപ്പോൾ നിങ്ങളുടെ ദേഹത്ത് തട്ടിയിരുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്ദിനി പെട്ടെന്ന് എൻ്റെ അച്ഛനെ കാണണം. അപ്പോൾ അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കാൻ കേട്ടോ. അങ്ങനെ സുദേവൻ, ഞാൻ എൻ്റെ ജോലിക്ക് പോകുന്ന സമയമാണ്, ഒരു കണ്ണിച്ചോരയില്ലാത്ത പെരുമാറ്റം, എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ സുദേവൻ ഇങ്ങനെ എന്നെ പെറുക്കി പറഞ്ഞും കൊണ്ട് സൈക്കിളൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് നന്ദിനി വണ്ടിയുടെ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ അച്ഛാ അച്ഛാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദിനിയുടെ സൗണ്ട് പുറത്ത് വരില്ല കേട്ടോ. സൗണ്ട് വരാതിരിക്കാൻ അവർ തുണിക്കഷ്ണം കൊണ്ട് കെട്ടിയത് കൊണ്ട് തന്നെ അതിന് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ഈ ഗുണ്ടകൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട്. അങ്ങനെ നന്ദിനിയാണെന്നുള്ളൊരു സംശയം സുധന് തോന്നുന്നത്, അതെൻ്റെ മോള് നന്ദിനിയല്ലേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ തിരിയുമ്പോൾ ഇത് എൻ്റെ മോള് നന്ദിനി തന്നെ എന്ന് പറഞ്ഞിട്ട് സുദേവൻ പെട്ടെന്ന് നന്ദിനിയുടെ മുഖത്തോട്ട് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനി എന്ന് പറയുമ്പോഴേക്കും ഈ വണ്ടി എടുത്ത് ഇവർ പോവുകയും ചെയ്തു. എന്നാൽ ഇവർക്കൊന്നും അറിയില്ല നന്ദിനിയുടെ അച്ഛനാണ് അതെന്നുള്ളതെന്ന് അറിയില്ല. അങ്ങനെ സുദേവയുടെ നിർത്തട വണ്ടി, എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞ് സുദേവ ഒരുപാട് അലറി വിളിക്കൂട്ടോ. പക്ഷെ വണ്ടി നിർത്തില്ല. അങ്ങനെ പിന്നീട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ സുദേവൻ തൻ്റെ സൈക്കിളെടുത്ത് ആ വണ്ടിയുടെ പിറകെ പോവാണ്. എന്നാൽ സൂര്യയും ഈ പറയുന്ന വിവേകും അവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ ഗുണ്ടകൾക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഗുണ്ടകൾ ഇങ്ങോട്ട് വിളിക്കുകയാണ് കേട്ടോ. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ വിളിച്ചാൽ കിട്ടില്ല, ഞങ്ങൾ എത്തിക്കഴിഞ്ഞാൽ കാര്യം പറയാമെന്ന്. അപ്പോഴേക്കും അവർ ആ ഒരു ബീച്ചിൻ്റെ ഭാഗത്തായിരിക്കും കേട്ടോ അവരവിടെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് കാർ ഒരു സൈഡിലോട്ട് നിർത്തണം. പിന്നീട് ഈ ഗുണ്ടകൾ 2 ഗുണ്ടകൾ മാറി നിന്നിട്ട് വീണ്ടും സൂര്യക്ക് വിളിക്കുകയാണ്. അപ്പോൾ സൂര്യ ഫോൺ എടുക്കുമ്പോൾ വിവേകിനോട് പറയുന്നുണ്ട്, ഇത് അവന്മാർ തന്നെ, എന്നാൽ ഫോൺ എടുക്കുക എന്ന് പറയണേ. അങ്ങനെ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അവർ പറയുകയാണ്, ഞങ്ങൾ ഇന്ന ഭാഗത്തോട്ട് വരും, ബീച്ചിൻ്റെ ഈ സൈഡിൽ ഞങ്ങളുണ്ട്, അപ്പോൾ അവിടെ ഒരു വേസ്റ്റ് ഡ്രം ഇരിക്കുന്നുണ്ട്, ആ സൈഡിലായിട്ട് വേണം പണം വെക്കാൻ. അപ്പോൾ ഓക്കെ ആയിക്കോട്ടെ എന്ന് പറയണേ. ഇതേ സമയമാണെങ്കിലും ഉടൻ തന്നെ
ഇവിടെ വിവേക് പറയുന്നുണ്ട്, സൂര്യ ഇത് കളിക്കുന്നത് തീക്കളിയാണ്, അവർ പണം ചോദിക്കും, അവർക്ക് പണമാണ് ലക്ഷ്യം, നന്ദിനിയെ നമ്മുടെ കയ്യിൽ തരൂല, പണവും കൊണ്ടുപോകും, ലാസ്റ്റ് നന്ദിനിയും കിട്ടില്ല, പിന്നെ വീണ്ടും നടക്കേണ്ടി വരും, അതുകൊണ്ട് പോലീസിനെ വിവരം അറിയിക്കാം. അത് കേട്ട ഉടൻ തന്നെ സൂര്യ പറയണ, പോലീസിനൊന്നും വിവരം അറിയിക്കണ്ട, എനിക്കറിയാതെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്, നന്ദിനിയെ കിട്ടുകയാണ് എൻ്റെ ആവശ്യം, പണമല്ല എൻ്റെ ആവശ്യം, പണം എനിക്ക് പിണമാണ്, എനിക്കെൻ്റെ ഭാര്യയാണ് എൻ്റെ വലുത്, എൻ്റെ നന്ദിനി, അവൾ എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് വിവേകിൻ്റെ വാക്കുകൾ കേൾക്കാതെ സൂര്യ വണ്ടി എടുക്കുകയാണ്. അങ്ങനെ ഈ പറയുന്നത് പോലെ അവർ വണ്ടി ഒഴിച്ച് നിർത്തുക. പിന്നീട് ഈ ഒരു പെട്ടി ഈ വേസ്റ്റ് ഡ്രമ്മിൻ്റെ സൈഡിലോട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഇപ്പുറത്ത് ഇവന്മാരിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ സൂര്യയും വിവേക് എന്താ ചെയ്യുന്നത് അറിയാൻ വേണ്ടി ഇപ്പുറത്ത് ഇവന്മാരെ ഒരു പൊന്തക്കുള്ളിൽ ഒളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും സൂര്യക്കും വിവേകിനും കാണില്ല. അങ്ങനെ അവർ ആ പണം വെച്ച് അവരവിടെ തിരികെ പോവുക. അപ്പോൾ വീണ്ടും അവർ വിളിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ പണം വെച്ചൂലേ, ഇനി നിങ്ങൾ ആ വഴിക്ക് നിന്നങ്ങ് പോയിക്കോളൂ, അല്ല എങ്കിൽ നന്ദിനി ഉണ്ടല്ലോ, നന്ദിനിയെ വിട്ടു തരില്ല. അപ്പോൾ സൂര്യ ചോദിക്കുക, തനിക്ക് പണവും തന്നിട്ട് താൻ എന്താ ആളെ പിട്ടിയാക്കുകയാണ്, നന്ദിനി എവിടെയെന്ന് ചോദിക്കാൻ, ഞങ്ങളതിൽ പണമുണ്ടോ എന്ന് ഉറപ്പ് വരുത്തട്ടെ, എന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ നന്ദിനിയെ വിട്ടു തരുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി സൂര്യ ശരിയെന്ന് പറയാണ്. അങ്ങനെ സൂര്യയും വിവേകും കൂടി ആ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഈ ഗുണ്ടകളാണെങ്കിലും ഈ പെട്ടി ഓടി വന്ന് തുറക്കാണ്. അപ്പോൾ അതിൽ തുറക്കുമ്പോൾ കാണുന്ന ഡ്രോൺ ആയിരിക്കും കേട്ടോ. അത് കാണുന്നതിനോട് കൂടി മറ്റേ ഗുണ്ട പറയുന്നത്, എന്താണ് ഒരു ഫാന് പോലെ ഇതിൽ കറങ്ങുന്നത്, അയ്യോ ഇതിൽ ക്യാമറയുണ്ട്, നമ്മുടെ മുഖത്ത് പതിയുന്നു. അപ്പോഴേക്കും അവരുടെ ഷർട്ട് കൊണ്ട് അവരുടെ മുഖം പൊത്തുകയാണ് കേട്ടോ. അപ്പോൾ ഈ സംഭവമാണെങ്കിൽ ഇവരുടെ പിറകിൽ തന്നെ പോയതാ, എടാ നമ്മുടെ പിറകിൽ തന്നെ നമ്മുടെ മുഖം അതിൽ പതിയാനാണ്. അപ്പോൾ ഇത് കണ്ട ഉടൻ തന്നെ വിവേക് ഒളിഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ. വിവേക് പറയണേ, എൻ്റെ സൂര്യ, നീ മനുഷ്യന് അപ്രതീക്ഷിതമായ ഒരു കാര്യമാണല്ലോ, നിന്നിൽ നിന്ന് പെട്ടെന്നൊരു ടിസ്റ്റാണല്ലോ സംഭവിക്കുന്നത്, നീ അതിൽ പണമില്ല അപ്പോൾ വെച്ചത്, എന്തെനിക്ക് 50 ലക്ഷം രൂപ വെക്കാൻ, എന്നിട്ട് അവർ തരുമോ, പിന്നെയും വില പേശും, അതെനിക്ക് നന്നായി അറിയാം, അതുകൊണ്ട് തന്നെ അവരെ പിടിക്കപ്പെടാൻ തന്നെയാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിൽ ആ റിമോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ യുവന്മാർ ഓടുന്നതിന് പിന്നാലെ ഓടണം. അപ്പോൾ യുവന്മാർക്കാണെങ്കിൽ ഇവന്മാരുടെ മുഖം അതിൽ പതിയും, പോലീസുകാരുടെ പരിപാടിയേക്കും, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിന് മുന്നേ ഒരു ഹെലികോപ്റ്റർ അതിന് മുകളിലൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ആ ഹെലികോപ്റ്റർ അവിടെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നു. അപ്പോൾ അത് കണ്ടുകൊടുന്ന ഒരു ഗുണ്ട പറയണേ, അതേ നോക്ക് ആ ഹെലികോപ്റ്റർ അവിടെ വട്ടമിട്ട് പറക്കുന്നു, അത് നമ്മളെ തന്നെ, ഇനി ഒന്ന് പോയേ, ഹെലികോപ്റ്റർ സാധാരണ ബീച്ചല്ലേ, ബീച്ചിൻ്റെ സൈഡിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉടൻ തന്നെ ഗുണ്ട പറയുന്നുണ്ട്, അല്ലടാ ഞാനിപ്പോൾ പറഞ്ഞത് എന്താ, ഈ പെട്ടി തുറന്നപ്പോൾ അതിൽ നിന്ന് വന്നത് എന്താ, ഡ്രോൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ നിരീക്ഷിക്കുക, ഇനിയിപ്പോൾ ആ സാധനം, ആ ഫാന് പോലത്തെ സാധനം നമ്മുടെ പിറകിത വരുന്നത്, ഇതെന്തോന്ന് സാധനം, അതിൻ്റെ ക്യാമറ ഉണ്ടടാ, അയ്യോ പറ്റിച്ചല്ലോ, പോലീസ് പിടിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ അവന്മാർ ഓടുകയാണ്. അപ്പോൾ സൂര്യയാണെങ്കിലും റിമോട്ട് കൊണ്ട് അവന്മാരുടെ പിറകെ സൂര്യയും പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റിമോട്ട് വെച്ച് തന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ച് അവരുടെ പിറകെ പോയിക്കൊണ്ടിരിക്കുക ഈ സംഭവം. അങ്ങനെ അവന്മാർ പറയണ, എടാ നമ്മൾ പോകുന്നിടത്തല്ല അത് നമ്മുടെ പിന്നാലെ വരുന്നുണ്ടല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് പറയണം. അപ്പോൾ അങ്ങനെ ഒരുത്തൻ ഇങ്ങോട്ടേക്ക് ഓടും, ഒരുത്തൻ ഇങ്ങോട്ടേക്ക് ഓടും. അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ വിവേക് പറയുന്നത്, ആരുടെ കൂടെ പോവുക, എന്തായാലും ആ തടിയൻ്റെ കൂടെ പോകണ്ട, ഈ സൈഡിലോട്ട് പോവുക എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് അവൻ നേരെ ചെന്ന് വിടുന്നത് നന്ദിനിയുടെ ഈ വാനുമായി ഇരിക്കുന്ന ആ സ്ഥലത്തോട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവർ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവരെ കാണുന്നില്ല, എത്ര നേരം ഇവർ പോയിട്ട്, ഇവരെവിടെ, അയ്യോ അവന്മാരെതടാ ഓടി വരുന്നത് എന്ന് ഗുണ്ടകൾ പറയാണ്. ഗുണ്ടകളിൽ വേറൊരുത്തൻ പറയണം ഈ വണ്ടിയിലിരിക്കും. അപ്പോൾ നന്ദിനിയാണെങ്കിൽ ഇത് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ നന്ദിനി തൻ്റെ 2 കൈയും വായൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നന്ദിനി വാനായതുകൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡിലൂടെ പതിയെ ഡോറ് തുറന്ന് നന്ദിനി ഇപ്പുറത്തെ സൈഡിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്കും യുവന്മാരാണെങ്കിലും, എടാ നമ്മളെ നിരീക്ഷിച്ച് ഒരാൾ വരുന്നുണ്ട്. അപ്പോഴേക്കും ഈ ഗുണ്ടകൾ കാണുന്ന നന്ദിനി ഇറങ്ങി, അവളെ പിടിക്കടാ എന്ന് പറയണേ. അങ്ങനെ സൂര്യ വരുന്നതാണെങ്കിലോ നന്ദിനി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നന്ദിനി ഇപ്പുറത്തോട്ട് ഇറങ്ങി ഓടുകയാണ്. അപ്പോഴേക്കും സൂര്യയും പിറകെ ഓടുകയാണ്. അതാ എൻ്റെ നന്ദിനി എന്ന് വിവേകിനോട് പറയണേ, വിവേക് നീ ഇത് കയ്യിൽ പെട്ടെന്ന് എടുക്കൂ, എന്നിട്ട് നീ അങ്ങോട്ടേക്ക് വാ എന്ന് പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഡ്രോൺ കയ്യിലോട്ട് മേടിക്കാൻ പറയുന്നുണ്ട്, അത് ഓഫ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ സൂര്യയാണെങ്കിലോ ഇവരുടെ പിറകെ ചെല്ലാണ്. പിന്നീട് ഇവർക്ക് പൊതിരെ കൊടുക്കുകയാണ്, തലങ്ങും വിലങ്ങും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്കും വിവേക് എന്ത് ചെയ്യും, SIക്ക് വിളിച്ച് വിവരങ്ങൾ പറയാണ്, ഈ ബീച്ചിന് സൈഡിലുണ്ട്, നന്ദിനിയെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം, നിങ്ങൾ പെട്ടെന്ന് എത്തണം ഞങ്ങളെ രക്ഷിക്കാനെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിവേക് പിന്നീട് ഇവന്മാരുടെ അടുത്തോട്ട് എത്തും. അങ്ങനെ സൂര്യയും വിവേകും ഈ ഗുണ്ടകളെ അടിച്ച് പരുവമാക്കി അവിടെ നിലത്തിടുകയാണ് കേട്ടോ. ഇതേ സമയം നന്ദിനി, നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് സൂര്യ ചോദിക്കണം. ഇല്ല എനിക്കൊന്നും പറ്റിയില്ല,
നന്ദിനി എന്തായാലും ഇന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ നന്ദിനി എന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ ആ ഒരു നന്ദിനിയെ നോക്കുന്ന ആ ഒരു ഇതൊക്കെ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. അങ്ങനെ നന്ദിനിയെ സൂര്യ രക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നന്ദിനിയെ സൂര്യ രക്ഷപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു എപ്പിസോഡ് 2 എപ്പിസോഡൊന്നല്ല, ഒരുപാട് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ ഇത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ.